ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു ഇറ്റാലിയൻ റൈസ് ബോൾസ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. കുറച്ച് ബീഫ്, ഇതുപോലുള്ള ഒരു 10 പീസാക്കിയ ബീഫ് വേണം. 1 കപ്പ് പച്ചരി കഴുകിയത്, ഒരു വലിയ ടൊമാറ്റോ അരച്ചതാണ്, കുറച്ച് മൊസറല്ല ചീസ്, കുറച്ച് ബ്രെഡ് ക്രംസ്, കുറച്ച് പെപ്പർ പൗഡർ, ഒരു വലിയ ഒനിയൻ, വെജിറ്റബിൾ ക്യൂബ്സ്, ഒരു ഹാഫ് ഭാഗം ക്യാരറ്റ് കട്ട് ചെയ്തത്, കുറച്ച് ഗ്രീൻ ചില്ലി. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പറയാൻ വിട്ടുപോയി, 2 മുട്ട അടിച്ചത് കൂടി വേണം. ആദ്യം നമുക്ക് ഈ ബീഫ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് പാൻ ചൂടാകുമ്പോൾ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. അതിൽ കുറച്ച് ഒനിയൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ഗ്രീൻ ചില്ലി ഇത് നന്നായി വഴറ്റുക. ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസ്, ബീൻസ് അതുപോലെയുള്ള വെജിറ്റബിൾസ് യൂസ് ചെയ്യാം. ശേഷം നമ്മൾ അരച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വേവിക്കാം. കുറച്ച് നേരം വഴറ്റി ഈ ടൊമാറ്റോ പേസ്റ്റും കൂടെ ചേർത്ത് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ അരച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ്, പെപ്പർ പൗഡർ എല്ലാം കൂടി മിക്സാക്കി ഒന്ന് വേവിച്ചെടുക്കണം. ബീഫ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാനിൽ റൈസ് വേവിച്ചെടുക്കാം. അതിനായി കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നു. നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിന് പകുതി ഉള്ളി വഴറ്റുക. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചരിയല്ല, പച്ചരി ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ വേണം, എന്നാലേ അരി വേവുള്ളൂ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്, നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇത് നമ്മൾ ഉരുളയാക്കാൻ പാകത്തിൽ വേവിച്ചെടുക്കണം. നമ്മുടെ ബീഫ് വേവാറായിട്ടുണ്ട്. ബീഫ് നമ്മൾ ക്രഷ് ചെയ്ത് ബുദ്ധിമുട്ടാണ്ട് തന്നെ ഇപ്പം ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കബാബിലൊക്കെ ക്രഷ് ചെയ്ത ടൈപ്പ് ബീഫ് കിട്ടുന്നുണ്ട്. അതായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനൊരു ചെറിയ കളർ ചേഞ്ചിന് വേണ്ടി ചേർക്കുന്നതാണ്. കടയിൽ നിന്ന് വാങ്ങുന്ന ടൊമാറ്റോ പ്യൂരി ചേർത്താൽ കുറച്ചും കൂടി കളർ കിട്ടും. നമ്മൾ അരച്ച് ചേർക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കളർ കിട്ടും. ഈ റൈസിലേക്ക് വെജിറ്റബിൾ സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മുടെ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീഫ് വെന്ത് കഴിഞ്ഞു. ഇത് നമ്മൾ മലയാളികൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ്. സംഭവം ഇറ്റാലിയൻ ആണെങ്കിലും മെയിനായി റൈസും ബീഫുമാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ റൈസും കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി കുറച്ച് തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് റൈസ് ബോൾസ് ആക്കാം. ആദ്യം തണുത്ത വെള്ളത്തിൽ കൈയാക്കി കുറച്ച് റൈസ് എടുത്ത് കയ്യിൽ വെച്ച് പരത്തുക. ഇനി കുറച്ച് ബീഫ് ഫില്ലിങ്സ് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി റൈസ് വെച്ച് കൊടുത്ത് ഇത് ബോൾസാക്കി എടുക്കണം. ഓക്കെ, ഇപ്പം നല്ല ബോളായിട്ടുണ്ട്. ഇനി നമുക്കിത് എഗ്ഗിൽ മുക്കണം. ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി നല്ല ടൈറ്റായിട്ടുള്ള ബോളാക്കി എടുക്കുക. ഇതുപോലുള്ള ബോൾസ് ആക്കി വെക്കുക. അങ്ങനെ നമ്മുടെ ബോൾസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനി ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടായി. നമുക്ക് ഓരോരോ ബോൾസായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അങ്ങനെ നമ്മുടെ റൈസ് ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചീസും ബീഫും എല്ലാം കൂടി നല്ല ക്രിസ്പിയായ റൈസ് ബോൾസാണ്. എല്ലാവരും അഭിപ്രായം പറയണം ഉണ്ടാക്കി നോക്കി. ഓക്കെ, ബൈ.